പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ലിസ്റ്റ് കോംപ്രഹെൻഷനെ കുറിച്ചാണ്. ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിസ്റ്റിൽ നിന്നും പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ലിസ്റ്റ് കോംപ്രഹെൻഷൻ ഉപയോഗിക്കാതെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിൽ നിന്നും പുതിയൊരു ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് നോക്കുന്നതാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവാൻ നല്ലത്. അപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 1 മുതൽ 10 വരെ നമ്പേഴ്സ് ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ലിസ്റ്റിൽ നിന്നും ഇവൻ നമ്പേഴ്സ് മാത്രമടങ്ങിയ മറ്റൊരു ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ num_lst എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ആ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് സ്റ്റാർട്ട് എന്നുള്ളത് 1ഉം സ്റ്റോപ്പ് എന്നുള്ളത് 11ഉം കൊടുക്കുന്നു. റേഞ്ച് ഫംഗ്ഷൻ സ്റ്റോപ്പായിട്ട് നൽകുന്ന നമ്പറിന് തൊട്ട് മുമ്പുള്ള നമ്പർ വരെ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് 11 കൊടുക്കാൻ കാരണം. അപ്പോൾ നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് num_lst എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ അകത്ത് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇനി num_lst എന്ന് പറയുന്ന 1 മുതൽ 10 വരെ നമ്പറുള്ള ലിസ്റ്റിൽ നിന്നും ഇവൻ നമ്പർ മാത്രം പിക്ക് ചെയ്ത് പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് even_lst എന്ന് പറയുന്ന empty ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇനി num_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റവും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഐട്രേറ്റ് ചെയ്യുകയും ഓരോ ഐറ്റവും ഇവൻ നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയും വേണം. അതിനു വേണ്ടിയിട്ട് ഫോർ ഐറ്റം ഇൻ num_lst num_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റവും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം കിട്ടുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഇവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് ഐറ്റം മോഡുലോ ഡിവിഷൻ 2 = 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. num_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഐറ്റം മോഡുലോ ഡിവിഷൻ 2 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ even_lst എന്ന് പറയുന്ന ലിസ്റ്റിലിട്ട് ആ ഒരു ഐറ്റം അപ്പൻഡ് ചെയ്യണം. ഇങ്ങനെ num_lst എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത പുതിയ ലിസ്റ്റ്, അതായത് even_lst പ്രിൻറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് string ന്യൂ ലിസ്റ്റ് പ്ലേസ് ഹോൾഡറിൻ്റെ സ്ഥാനത്ത് even_lst എന്ന് കൊടുക്കുന്നു. num_lst എന്ന് പറയുന്ന ലിസ്റ്റിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയും num_lstക്ക് താഴെ പേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഓൾഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് num_lst പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ even_lst എന്ന് പറയുന്ന പുതിയ ലിസ്റ്റിൻ്റെ അകത്ത് 2, 4, 6, 8, 10 എന്നുള്ള ഇവൻ നമ്പേഴ്സ് ആണോ കിട്ടിയത് എന്നൊന്ന് ചെക്ക് ചെയ്യാൻ. ഓൾഡ് ലിസ്റ്റ് അല്ലെങ്കിൽ num_lst എന്ന് പറയുന്ന ലിസ്റ്റ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സും ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്നത് num_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഇവൻ നമ്പേഴ്സുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ num_lst എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും ഇവൻ നമ്പേഴ്സ് മാത്രം പിക്ക് ചെയ്ത് even_lst എന്ന് പറയുന്ന പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോർ ലൂപ്പ് എഴുതേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന് പകരം ലിസ്റ്റ് കോംപ്രഹെൻഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് വയ്ക്കുക. ഈ ഫോർ ലൂപ്പ് ഞാൻ ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യുകയാണ്. ലിസ്റ്റ് കോംപ്രഹെൻഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു empty ലിസ്റ്റ്. ഇവിടെ ഒരു empty ലിസ്റ്റ് ഉള്ളത് കാരണം ഞാൻ വീണ്ടും ഒരു empty ലിസ്റ്റ് എഴുതുന്നില്ല. empty ലിസ്റ്റിൻ്റെ ഉള്ളിലൊരു എക്സ്പ്രഷന് ശേഷം ഒരു ഫോറിൻ ലൂപ്പിന് ശേഷം ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഓപ്ഷണൽ ആണ് എന്നുള്ളത് കൊണ്ടാണ് കണ്ടീഷൻ ഞാനിവിടെ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ num_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റവും പിക്ക് ചെയ്തതിന് ശേഷം even_lst എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ അകത്തായിട്ട് ചേർക്കുകയാണ് വേണ്ടത്. അതിനാൽ തന്നെ ഇവിടെ ഒരു എക്സ്പ്രഷൻ എഴുതേണ്ട കാര്യമില്ല. num_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റവുമാണ് എക്സ്പ്രഷൻ്റെ സ്ഥാനത്ത് വരേണ്ടത്. അപ്പോൾ എക്സ്പ്രഷന് പകരം ഐറ്റം എന്നാക്കി മാറ്റുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോറിൻ ലൂപ്പ് എന്ന് പറയുന്നത് num_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റത്തെയും ഐട്രേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ ഐറ്റം ഇൻ num_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റവും even_lst എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇഫ് ഐറ്റം മോഡുലസ് 2 = 0 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ കണ്ടീഷൻ്റെ സ്ഥലത്ത് വരേണ്ടത് ഇഫ് ഐറ്റം മോഡുലസ് 2 = 0 ആണോ എന്നുള്ള ചെക്കിംഗ് ആണ്. ഇത്രയുമാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും ഇവൻ നമ്പേഴ്സ് മാത്രം പിക്ക് ചെയ്ത് മറ്റൊരു ലിസ്റ്റ് സ്റ്റോർ ചെയ്യാനുള്ള ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ലൈനിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതിയപ്പോൾ കിട്ടിയ അതേ റിസൾട്ട് തന്നെ even_lst എന്ന് പറയുന്ന ലിസ്റ്റ് കോംപ്രഹെൻഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ലിസ്റ്റ് കോംപ്രഹെൻഷൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും നമുക്ക് അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി num_lst എന്ന് പറയുന്ന 1 മുതൽ 10 വരെ നമ്പേഴ്സ് ഉള്ള ലിസ്റ്റിൻ്റെ അകത്തുനിന്ന് ഓരോ നമ്പറിനെയും സ്ക്വയർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ
ഈവൻ അണ്ടർസ്കോർ LST എന്ന് പറയുന്നതിന് പകരം സ്ക്വയർ അണ്ടർസ്കോർ LST എന്ന് വേരിയബിളിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു. നം അണ്ടർസ്കോർ LSTയിലെ ഓരോ ഐറ്റത്തിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കാനായി എക്സ്പ്രഷൻ്റെ സ്ഥാനത്ത് നമ്മൾ എഴുതേണ്ടത് ഐറ്റം എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ 2 എന്നോ അല്ലെങ്കിൽ ഐറ്റം ഇൻറ്റു ഐറ്റം എന്നോ ആണ്. അതിനുശേഷം നമ്മൾ എഴുതിയിരിക്കുന്ന ഫോറിൻ ലൂപ്പിൽ വ്യത്യാസം വരുത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ നം അണ്ടർസ്കോർ LST എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിൻ്റെയും സ്ക്വയർ കണ്ടുപിടിച്ചതിന് ശേഷം സ്ക്വയർ അണ്ടർസ്കോർ LST എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ അകത്തായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് കണ്ടീഷൻ റിമൂവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് പുതിയ ലിസ്റ്റ് ആയിട്ടുള്ള സ്ക്വയർ അണ്ടർസ്കോർ LST ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സിൻടാക്സ് എറർ കാട്ടുന്നുണ്ട്. മുകളിൽ നമ്മൾ സ്ക്വയർ അണ്ടർസ്കോർ LST എന്ന് എഴുതിയിരിക്കുന്നതിലെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ല. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നം അണ്ടർസ്കോർ LST എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിൻ്റെ സ്ക്വയർ ആണ് സ്ക്വയർ അണ്ടർസ്കോർ LST എന്ന് പറയുന്ന പുതിയ ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ലിസ്റ്റ് കോംപ്രഹെൻഷൻ എഴുതുമ്പോൾ നമുക്ക് ഒന്നിലധികം ഫോർ ലൂപ്പുകൾ എഴുതാവുന്നതാണ്. കൂടാതെ ഒന്നിലധികം കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലധികം കണ്ടീഷൻ ചെക്ക് ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ലൈനുകളിൽ എഴുതേണ്ട കണ്ടീഷൻ ചെക്കുകളും ഫോർ ലൂപ്പുകളും നമുക്ക് ഒറ്റ ലൈൻ്റെ അകത്തിട്ട് ചുരുക്കാവുന്നതാണ്. ഇതാണ് ലിസ്റ്റ് കോംപ്രഹെൻഷൻ്റെ പ്രധാന മെച്ചം പറയുന്നത്. കൂടാതെ ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് സാധാരണ ഫോർ ലൂപ്പ് എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് നമ്മുടെ പ്രോഗ്രാമിന് നൽകാൻ സഹായിക്കുന്നതാണ്. ലിസ്റ്റ് കോംപ്രഹെൻഷൻ നമ്മൾ ഉപയോഗിച്ച ഇതേ സിൻടാക്സ് തന്നെ ടപ്പിള്, സെറ്റ്, ഡിക്ഷണറി തുടങ്ങിയവയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യം വരുന്ന പക്ഷം അതിനെക്കുറിച്ച് നമുക്ക് മറ്റു വീഡിയോകളിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, വീണ്ടും കാണാം.